ഒരു ഗ്രാമത്തിൽ രഘു എന്നൊരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു. തന്റെ ചെറിയ പാടത്ത് രഘു ഗോതമ്പ് കൃഷി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അയൽക്കാരനായിരുന്നു ധനപാലൻ, വലിയ പണക്കാരനും ധാരാളം കൃഷിഭൂമിയുമുള്ളയാൾ. ഒരു വർഷം നല്ല മഴ ലഭിക്കാതെ കടുത്ത വരൾച്ച വന്നു. രഘുവിന്റെ പാടം വരണ്ടുണങ്ങി, വിത്തുകൾ മുളയ്ക്കാതെ കിടന്നു. രഘു ദിവസവും ആകാശത്തേക്ക് നോക്കി മഴയ്ക്കായി പ്രാർത്ഥിച്ചു. അതേസമയം ധനപാലൻ തന്റെ പുതിയ കിണറുകളിൽ നിന്ന് പമ്പ് ചെയ്ത് വെള്ളം പാടത്തേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ധനപാലൻ രഘുവിനെ കളിയാക്കി. "എന്താണ് രഘു, നീ ഇപ്പോഴും പ്രകൃതിയെ വിശ്വസിച്ചിരിക്കുകയാണോ? ഈ കാലത്ത് കഠിനാധ്വാനം ചെയ്താലേ കാര്യമുള്ളൂ." രഘു ശാന്തമായി പുഞ്ചിരിച്ചു. "ധനപാലൻ ചേട്ടാ, എന്റെ വിത്തുകൾക്ക് ആവശ്യമായ വെള്ളം കിട്ടാത്തത് സത്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഈ വിത്തുകൾ മണ്ണിനടിയിൽ കിടന്ന് നശിക്കുന്നില്ല. അവ വെള്ളത്തിനായി കാത്തിരിക്കുകയാണ്." 2 മാസം കഴിഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ശക്തമായ മഴ തുടങ്ങി. ധനപാലന്റെ പാടത്തെ ചെടികൾ വെള്ളം അധികമായപ്പോൾ വേരുകൾ അഴുകി നശിച്ചുപോയി. കാരണം അവർ വെള്ളത്തെ ആശ്രയിച്ചു മാത്രം വളർന്നതുകൊണ്ട് അവരുടെ വേരുകൾക്ക് ആഴമില്ലായിരുന്നു. എന്നാൽ രഘുവിന്റെ പാടത്തെ വിത്തുകൾ സംഭവിച്ചതോ? വരൾച്ചയുടെ സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി ആ വിത്തുകൾ ആഴത്തിൽ വേരുകൾ താഴ്ത്തി. മഴ വന്നപ്പോൾ ആ ആഴമുള്ള വേരുകൾ ധാരാളം വെള്ളം വലിച്ചെടുക്കുകയും ശക്തിയോടെ മുളച്ചു പൊന്തുകയും ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ രഘുവിന്റെ പാടം പച്ച പണിഞ്ഞു നിന്നു. ധനപാലന്റെ പാടത്തേക്കാൾ മികച്ച വിളവ് രഘുവിന് ലഭിച്ചു. ധനപാലൻ രഘുവിന്റെ അടുത്തെത്തി തലകുനിച്ചു. "രഘു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളുടെ വിത്തുകൾ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ശക്തി നേടി. എന്റെ വിളകൾ അനായാസം കിട്ടിയ വെള്ളത്തിൽ ദുർബലമായിപ്പോയി.